അല്ല, അതിൻ്റെ അകത്ത് ഞാൻ വളരെ മുൻപ് അസംബ്ലിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മുതലാളിമാരിൽ നിന്ന് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പണം വാങ്ങിക്കും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും ഫണ്ട് ഈ കമ്പനികളിൽ നിന്നൊക്കെയുള്ള ഫണ്ടാണ്. അങ്ങനെ CMRLൻ്റെ ആളിൽ നിന്ന് ഞങ്ങളുടെ പാർട്ടിക്കാർ മാത്രമല്ല, കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആ പണം മേടിച്ചിട്ടുണ്ട്. ആ പണം മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. ഇവിടുത്തെ കേസ് ഒരു കമ്പനിയും ആ കമ്പനിയും തമ്മിൽ നടത്തിയ ഇടപാടിൽ ആ കമ്പനിയുടെ അക്കൗണ്ടിലേക്ക്, എക്സാലോജി കമ്പനിയിലേക്ക് വലിയ തുക അയച്ചു കൊടുത്തു. ക്ലയൻറ്റ് സർവീസിന് വേണ്ടിയിട്ടാണ് അയച്ചു കൊടുത്തത്. എന്നാൽ ക്ലയൻറ്റ് സർവീസ് നടത്താതെ കള്ളപ്പണം വെളുപ്പിക്കാൻ വേണ്ടി മണി ലോണ്ടറിങ് ആണ്. അതുകൊണ്ടാണ് PMLA ആക്ട് വരുന്നത്. മനസ്സിലായില്ലേ? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ടിൻ്റെ പ്രൊവിഷൻസ് അട്രാക്ട് ചെയ്യുന്ന എന്നാണ് കേസ്. കേസിൻ്റെ ശരി മെറിറ്റും ഡിമെറിറ്റും അല്ല ഞാൻ പറയുന്നത്. അതാണ് ആ കേസ്. അതും രാഷ്ട്രീയ നേതാക്കൾ ബിസിനസ്സുകാരിൽ നിന്ന് പണം മേടിക്കുന്നതും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? രാഷ്ട്രീയ നേതാക്കളും രാഷ്ട്രീയ പാർട്ടികളും എല്ലാവരുടെയും ഇപ്പോൾ CPMൻ്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാലോ. CPM ഈ വ്യക്തിയുടെ നിന്ന് CPM വാങ്ങിച്ചിട്ടുണ്ട് പണം. CPM നേതാക്കളൊക്കെ ആയിട്ട് വ്യക്തിപരമായ ബന്ധമുള്ള ആൾ, എൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ ഇപ്പുറത്തുള്ള ആളാണ്, ഞങ്ങൾക്കൊക്കെ പരിചയമുള്ള ആളാണ്. വ്യവസായിയായിട്ടുള്ള ഒരാളാണ്. കൊച്ചിയിലെ വലിയ പ്രധാനപ്പെട്ട വ്യവസായിയായിട്ടുള്ള പ്രധാനപ്പെട്ട സ്ഥാപനമാണത്. അത് അവരെ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളും രാഷ്ട്രീയ നേതാക്കന്മാരും സാമൂഹ്യ സംഘടനകളും അമ്പല കമ്മിറ്റിയും പള്ളി കമ്മിറ്റിയും പൈസ മേടിച്ചതല്ല ഇവിടുത്തെ കേസ്. മനസ്സിലായില്ലേ? അതാണ് വ്യത്യാസം. അത് ഞാൻ ഐ ഹാവ് മേഡ് ഇറ്റ് വെരി ക്ലിയർ ഇൻ ദ ഫ്ലോർ ഓഫ് ദ അസംബ്ലി. അത് ഞങ്ങൾ പറഞ്ഞല്ലോ, അതൊരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമാണല്ലോ. നമുക്കതിൻ്റെ അകത്ത് എന്താണ്, റെയ്ഡ് നടത്താൻ പാടില്ല, അന്വേഷണം നടത്താൻ പാടില്ല. ED എങ്ങനെ അന്വേഷണം നടത്തണമെന്ന് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ഞാൻ വളരെ ഫെയർ ആയിട്ടാണ് നിങ്ങളോട് ചോദിക്കുന്നത്. ഫെയർ ആയിട്ടാണ് ചോദിക്കുന്നത്. ഗവൺമെൻറ്റിന് ചില പരിമിതികളില്ലേ? ഗവൺമെൻറ്റിന് പറയാൻ പറ്റുമോ? ED ഇപ്പോൾ CBI ഒരു കേസ് അന്വേഷിക്കുന്നു, നമ്മുടെ ഗവൺമെൻറ് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്, ഹൈക്കോടതി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. CBI വരുമ്പോൾ ഉടനെ CBIയുടെ അന്വേഷണ ഉദ്യോഗസ്ഥനെ നമ്മുടെ DGPയോ മുഖ്യമന്ത്രിയോ ആഭ്യന്തരമന്ത്രിയോ വിളിച്ചു വരുത്തി ഈ അന്വേഷണം ഇങ്ങനെ വേണം എന്ന് പറയാൻ പറ്റുമോ? പറയാൻ പറ്റില്ല. അതൊരു കേസ് അന്വേഷണം നടക്കുകയാണ്. അതിൻ്റെ അകത്ത് രാഷ്ട്രീയമായിട്ടുള്ള വിഷയമുണ്ടെങ്കിൽ അത് CPM ആണ്, അവരത് പറഞ്ഞോട്ടെ. പിന്നെ നിയമപരമായി പ്രശ്നം, നിയമപരമായ കാര്യങ്ങൾ ലംഘിച്ചുകൊണ്ടാണ് അന്വേഷണം നടക്കണമെങ്കിൽ എനിബഡി ക്യാൻ അപ്രോച്ച് എ കോർട്ട്. CMRL കോടതി പോയി ഈ അന്വേഷണം നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. കോടതി ആ പെറ്റീഷൻ തള്ളിയിട്ട് ഈ അന്വേഷണം തുടരാൻ പറഞ്ഞു EDയോട്. അതിൻ്റെ പിറ്റേ ദിവസമാണ് EDയുടെ ഈ റെയ്ഡ് നടന്നത്. അപ്പം നമുക്ക് അതിൻ്റെ അകത്ത് പരിമിതികളുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.